Hey everyone, welcome back to my channel. So, ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ റിയാക്ട് ജേസിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വരാം. കാര്യം നമ്മൾ റിയാക്ട് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ അത് പഠിക്കുമ്പോൾ ആ ഒരു ലാംഗ്വേജിനെ പറ്റിയിട്ട് ഒരു ബേസിക് നോളജ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം അത് ഇൻട്രൊഡക്ഷൻ കാണണ്ടെന്നല്ല വിചാരിക്കേണ്ടുള്ളത്, അത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഇൻട്രൊഡക്ഷൻ അറിഞ്ഞാൽ മാത്രമേ എന്താണ് നമ്മൾ ഈ ഒരു റിയാക്ട് ജേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാമെന്നാണ്. നമ്മളുടെ പി സിയിൽ റിയാക്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ആൻഡ് നമ്മളുടെ ഫസ്റ്റ് റിയാക്ട് ആപ്പ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ പിന്നെ ഒരു കാര്യം കൂടി, ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനലിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ പി സിയിൽ വന്നിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിടുക. ഇഷ്ടമുള്ള നെയിം കൊടുത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഞാനിവിടെ ജസ്റ്റ് ഈസി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് റിയാക്റ്റില് വേണ്ടുന്നത് റിയാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലാംഗ്വേജ് നമ്മളുടെ അതിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷന്റെ ഒന്നും കാര്യമില്ല. നമ്മൾ അതിന് പകരം രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് വേണം. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പി സിയിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ഒരുപാട് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്, എങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ഓക്കെ, സോ അതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളുടെ റിയാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം നമുക്ക് അത് കുറച്ചും കൂടെ ഈസി ആക്കി തരും. സോ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ വി എസ് കോഡ് നമുക്ക് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഇത്രേ ചെയ്യാവുള്ളൂ. ജസ്റ്റ് വന്ന് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സെർച്ച് ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. സോ ഡൗൺലോഡ് കൊടുത്ത് നമ്മളുടെ വിൻഡോസിനാണെങ്കിൽ വിൻഡോയ്ക്ക്, മാക് ആണെങ്കിൽ അങ്ങനെ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്തിടാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ കൂടി വേണം, അതായത് നോട്ട് ജെഎസ് ആണ്. സോ നോട്ട് ജെഎസ് എന്തിനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോട്ട് ജെഎസ് കൊണ്ട് പ്രത്യേകിച്ച് നോട്ട് ജെഎസ് നമുക്ക് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് കുറച്ച് npm കമാൻഡ്സ് ഒക്കെ ആവശ്യമാണ്. നമ്മൾ റിയാക്ട് ആപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ npm യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. സോ npm കമാൻഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ നോട്ട് ജെഎസ് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ നമുക്ക് നമ്മളുടെ നോട്ട് ജെഎസ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ കറന്റ് ഫീച്ചേഴ്സ് ഉണ്ട്, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഉള്ള ഒരു നോട്ട് ജെഎസും ഉണ്ട്. പിന്നെ റെക്കമെൻഡ് ഫോർ മോസ്റ്റ് യൂസേഴ്സിന് നമുക്ക് ഈ ഒരു വേർഷൻ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തിടാം. ഞാൻ അപ്പം ഇതായിരുന്നു ഡൗൺലോഡ് ചെയ്തത്. ഞാൻ കറന്റ് ലേറ്റസ്റ്റ് ഫീച്ചർ കൊണ്ട് ഡൗൺലോഡ് ചെയ്യുവാണ്. സോ ഇതിനകത്ത് നമുക്ക് നമ്മളുടെ ഇത് കിടപ്പുണ്ട്. സോ അതിന് എന്താ ചെയ്യാ, നമുക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മാത്രം മതി. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സോ ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ മതിയായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് കറന്റ് ഫീച്ചർ ഉള്ളതാണ്. നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് ജസ്റ്റ് ഈ ഒരു ഫീച്ചർ ഇതൊക്കെ ഒന്ന് എഗ്രിമെന്റ് ഒക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് അങ്ങ് പോവുക. ദെൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ നോട്ട് ജെഎസ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാതെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നമുക്കൊക്കെ ഇൻസ്റ്റാൾ ഒക്കെ ആയതിനു ശേഷം ഓക്കെ, ഇത്രയും ചെയ്തതിനു ശേഷം നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നെറ്റ് ഡൗൺലോഡ് ചെയ്തല്ലോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഫയൽസിൽ വന്ന് ഓപ്പൺ ഫോൾഡർ കൊടുത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഈസിയാണ് ക്രിയേറ്റ് ചെയ്തത്. അത് ജസ്റ്റ് സെലക്ട് ഫോൾഡർ കൊടുത്തിട്ട് നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിനു ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സോ അപ്പൊ നോട്ട് ജെഎസും വിഷ്വൽ സ്റ്റുഡിയോ കോഡും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇത്രയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് നമ്മളുടെ ഈ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഒരു കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു കമാൻഡ് ബേസിലാണ് നമ്മൾ റിയാക്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ടെർമിനൽ കൊടുത്ത് ന്യൂ ടെർമിനൽ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ടെർമിനൽ വിൻഡോ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ലിങ്ക് ക്ലോസ് ചെയ്താൽ Ctrl+J കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ടെർമിനൽ വിൻഡോ ഓപ്പൺ ചെയ്യും. എന്റെ ഒരു ഷോർട്ട് കട്ട് ആണ് കേട്ടോ. സോ ടെർമിനൽ വിൻഡോ ഓപ്പൺ ചെയ്യും. Ctrl+J എന്നാണ് എന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് നമ്മളുടെ ജസ്റ്റ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫോൾഡറിലാണ്. അപ്പൊ നോട്ട് ജെഎസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇനി നമുക്കൊരു കമാൻഡ് അടിച്ചു കൊടുത്ത് വേണം നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആയിക്കോട്ടെ, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതൊരു ഇപ്പൊ റിയാക്ട് വെച്ചിട്ട് നമ്മളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഒരു വെബ് പേജിന് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കമാൻഡ് ആവശ്യമുണ്ട്. ആ കമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ npx ഇതൊരു കമാൻഡ് ആണ്. ഈ ഒരു കമാൻഡ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ്. npx ദെൻ സ്പേസ് കൊടുക്കുക, ദെൻ ക്രിയേറ്റ്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്തിടുക കേട്ടോ. ക്രിയേറ്റ് ഹൈഫൺ റിയാക്ട് ഹൈഫൺ ആപ്പ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പുതിയ റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. സോ npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ്. ഇനി എന്താണോ നമ്മൾ നമ്മളുടെ ആപ്പിന് കൊടുക്കാൻ പോകുന്ന നെയിം അത് നമുക്ക് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു ഇ കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ വെബ്സൈറ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ടൈം ടേബിൾ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇതിന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ദെൻ ഹൈഫൻ. ഞാനിപ്പോ ഇവിടെ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ അപ്പർ കേസ് ലെറ്റേഴ്സ് പറ്റത്തില്ല. ഓക്കെ, സോ ലോവർ കേസ് ലെറ്ററിൽ തന്നെ നമ്മളുടെ ആപ്പ് നെയിം പറഞ്ഞു കൊടുക്കുക. ദെൻ ഈ ഒരു npx എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു കമാൻഡ് ആണ്. നമ്മൾ Node.js എന്തിനാണ് ഡൗൺലോഡ് ചെയ്തത്? ഒരു npm പാക്കേജിനെ നമ്മളുടെ റിയാക്റ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Node.js നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. സോ ആ npm പാക്കേജസിന് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ npxന്റെ ഹെൽപ്പോട് കൂടിയിട്ട്, അതായത് നമുക്ക് പ്രത്യേകിച്ച് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ npm പാക്കേജിന് നമുക്ക് npx കമാൻഡ് യൂസ് ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ npx എന്ന് പറഞ്ഞാൽ നോട്ട് പാക്കേജ് എക്സിക്യൂട്ട് എന്നാണ് അതിന്റെ ആ ഒരു ഫുൾ ഫോം വരുന്നത്. സോ npm പാക്കേജസിന് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് npx കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ് മൈ ആപ്പ്. ദെൻ നമുക്ക് എൻ്റർ അടിക്കാം. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ സിസ്റ്റം കുറച്ച് ഹാങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ i3 ഒക്കെ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും കമ്പാരിറ്റീവ്ലി ഇതിന് ഡൗൺലോഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് പോസ് ചെയ്യാണ്. സോ നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയും അവിടെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളിംഗ് പാക്കേജസ്. ദിസ് മൈ ടേക്ക് എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ഇൻസ്റ്റാളിംഗ് റിയാക്ട് ഡോം ആൻഡ് റിയാക്ട് സ്വിഫ്റ്റ്സ് വിത്ത് CRE ടെംപ്ലേറ്റ്സ്. ഇതൊക്കെ നമ്മളുടെ റിയാക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എന്താണ് ലൈബ്രറീസ് ആണ്. ഓക്കെ, സോ ഇതൊന്ന് എന്താണ് ഡൗൺലോഡ് ആയിട്ട് നമുക്ക് കാണാം. ആൻഡ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റിയാക്ട് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം. ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അഡ്വാൻസ്ഡ് ഒക്കെ ഉള്ള അറിഞ്ഞിരുന്നാൽ ഇത്രയും നല്ലത്. പക്ഷെ അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഞാൻ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒരു 2.5 hours ഒക്കെ വരും. അത് കാണാം. അറിയാത്തവരാണെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തിരിക്കാം. ഓക്കെ, പിന്നെ ആദ്യം തന്നെ നമ്മൾ പ്രോജക്റ്റ് പഠിക്കാനോ അല്ലെങ്കിൽ പ്രോജക്ട്സിനകത്തോട്ടോ ഒന്നും പോകുന്നില്ല. ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു ബിഗിനർ പ്രോജക്റ്റിലോട്ടൊക്കെ പോകുന്നത്. അതൊക്കെ ഏറ്റവും ലാസ്റ്റിലോട്ട് വരും. ആദ്യം നമ്മൾ പഠിച്ച് നമ്മളുടെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രോജക്റ്റിനകത്തോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അതപ്പം ഇത് കാണാൻ പറ്റും. ഹാപ്പി ഹാക്കിംഗ്. ദെൻ വി സജസ്റ്റ് ദാറ്റ് യു ബിഗിൻ ബൈ ടൈപ്പിംഗ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്ര കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ പാക്കേജസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിയാൽ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. ഈ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടൈം എടുക്കും. അപ്പൊ നിങ്ങളുടെ സിസ്റ്റം കുറച്ച് ഹാങ് ഒക്കെ ഉള്ള സിസ്റ്റം ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും, സമയം എടുക്കും. നല്ല ഒരുപാട് ലൈബ്രറീസും പാക്കേജസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. സോ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. സോ അതുകൊണ്ട് ആരും ഇതൊന്നും പ്രത്യേകിച്ച് ബോധർ ആവണ്ട. കുറച്ച് ടൈം എടുത്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ ആപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ആപ്പാണ് മൈ ആപ്പ്, നമ്മൾ കൊടുത്ത നെയിമാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ഫോൾഡേഴ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നോഡ് മൊഡ്യൂൾസ്, ദെൻ പബ്ലിക് ഫോൾഡർ, SRC ഫോൾഡർ, ദെൻ ഇവിടെ കുറച്ച് അല്ലാത്ത ഫയൽസും കാണാം. പാക്കേജ് -log.json JSON ഫയൽ, 2 JSON ഫയൽ കാണാൻ പറ്റും.
പാക്കേജ് ഡോട്ട് ജേസൺ. ഇതിൽ നമ്മളുടെ ഈ ഒരു പാക്കേജ് ഡോട്ട് ജേസൺ എടുത്താൽ നമ്മളുടെ ഈ ഒരു മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ആപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പാക്കേജസ് ആണ് ഇത് ഇൻസ്റ്റാൾ ആയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റിയാക്ട് ഡോം അതിന്റെ വേർഷൻ സഹിതം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് വേർഷൻ ഉള്ളതാണ് ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുന്നത്. ഓക്കെ, ഡിപ്പെൻഡൻസീസ് ഏതൊക്കെ ഡിപ്പെൻഡൻസീസ് എന്ന് വെച്ചാൽ റിയാക്ട് ഡോം, റിയാക്ട് സ്ക്രിപ്റ്റ്, അങ്ങനെ കുറച്ച് ഡിപ്പെൻഡൻസീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി എല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആവുന്നതാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ആൻഡ് ഇവിടെ അങ്ങനെ തന്നെ പാക്കേജ് ഡോട്ട് ലോഗ് ജേസണിലും അങ്ങനെ കുറച്ച് ലൈബ്രറീസും പാക്കേജസും ഒക്കെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക, ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതൊന്നും കണ്ടിരിക്കൂ ഇതൊക്കെ പഠിക്കണമെന്നൊന്നും വിചാരിച്ച് ടെൻഷനൊന്നും ആവേണ്ട, ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ആൻഡ് നമുക്ക് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഈ SRCയിലും പബ്ലിക് ഫോൾഡറിലുമാണ് വരുന്നത്. ഇതിൽ രണ്ടിലുമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുള്ള ഫോൾഡേഴ്സ് വരുന്നത്. ദെൻ വേറൊരു ഫോൾഡർ കാണാൻ പറ്റും, നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണാൻ പറ്റും. സോ ഇവിടെ എന്ന് പറയുന്നത് ഇൻബിൽഡ് ആയിട്ടുള്ള കുറച്ച് ലൈബ്രറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ലൈബ്രറീസ് ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, സമയം കിട്ടുവാണെങ്കിൽ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. നോക്കിയില്ലെങ്കിലും അതവിടെ കിടന്നോളും. നിങ്ങൾ പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യാനോ ഒന്നും പോകണ്ട, ആ വേദിയിലോട്ട് നിങ്ങൾ പോകണ്ട, അതവിടെ കിടന്നോളും. നമുക്ക് പോകേണ്ടുള്ള ഫോൾഡേഴ്സ് ഈ പബ്ലിക് ഫോൾഡറും SRC ഫോൾഡറും ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മളുടെ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഈസി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ കിടക്കുവാണ്. ഇനി നമുക്ക് നമ്മളുടെ മൈ ആപ്പ് നമ്മളുടെ ആപ്ലിക്കേഷന്റെ അകത്തോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് CD മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ആണ്. CD മൈ ആപ്പ് നമ്മളുടെ ഡയറക്ടറിയിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ പറഞ്ഞെടുക്കുക CD പിന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ നെയിം എന്താണോ ആ നെയിം കൊടുക്കുക, CD മൈ ആപ്പ്. ഓക്കെ, എന്റെ ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ മാറിയത് കാണാൻ പറ്റും. ജസ്റ്റ് ഈസിയിൽ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ അങ്ങനെ നമ്മളുടെ ഫോൾഡറിൽ കയറിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഇത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇറർ കാണിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷനകത്തോട്ട് കയറാം. അതിനുശേഷം നമുക്ക് ഇപ്പൊ തൽക്കാലം ഇതവിടെ നിൽക്കട്ടെ, ക്ലോസ് ചെയ്തേക്കാം. നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. ഓക്കെ, നമ്മളുടെ റിയാക്ട് ആപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് npm start എന്ന് പറയുന്നത്. npx എന്ന് പറയുന്ന കമാൻഡ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്തത്. എന്നാൽ npm start എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ നമ്മുടെ റിയാക്ട് ആപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. npm എന്ന് വെച്ചാൽ നോട്ട് പാക്കേജ് മാനേജർ എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. ഓക്കെ, സോ npm കൊടുക്കുക, അതിനൊരു സ്പേസ് കൊടുത്തതിനു ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുന്നത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എൻ്റർ അടിക്കാം. ഇനി ഇതും കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്, കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ടൈം എടുക്കും. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ ഒരു മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു റിയാക്ട് ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഓക്കെ, സോ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ ഇത് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ബ്രൗസറിൽ ഇതാണ്ട് ഒരു ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ലോഡിംഗ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മളെ കമാൻഡ് യൂസ് ചെയ്ത് npx ക്രിയേറ്റ് റിയാക്ട് ആപ്പ് കൊടുത്തപ്പോൾ ആ കമാൻഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെർമിനലിൽ നോക്കിക്കഴിഞ്ഞാൽ വെബ് പാക്ക് കമ്പൈൽഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതൊന്ന് ഞാൻ ആക്കാം. സോ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള റിയാക്ട് ആപ്ലിക്കേഷൻ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് അവർ ഇൻബിൽഡ് ആയിട്ട് ഡീഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെയാണ് നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മളുടെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇതെങ്ങനെയാണ് ഇവിടെ ഡിസ്പ്ലേ ആയിരുന്നത്. ആൻഡ് ബ്രൗസറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ആ ഒരു വെബ് ആപ്ലിക്കേഷന്റെ URL എന്ന് പറയുന്നത്. ഒരു ബേസിക് URL ഇതാണ്. ഓക്കെ, ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന URL. അപ്പൊ ഇതിനകത്തോട്ടാണ് നമ്മളുടെ ഈ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഇവിടെ ലോഡ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ടെർമിനൽ തൽക്കാലം നമുക്കൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കാം. അങ്ങനെ മിനിമൈസ് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ Ctrl J അടിച്ചിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തെങ്കിൽ Ctrl J കൊടുത്താൽ മതി. സോറി, ഇവിടെ അല്ല, ഇവിടെ വന്നിട്ട് നമ്മൾ Ctrl J കൊടുക്കുമ്പോൾ നമ്മളുടെ ടെർമിനൽ ഒന്ന് താഴോട്ട് പോകും. ഇനി നമുക്ക് നമ്മളുടെ ഈ ഓരോ ഫോൾഡറിൽ കയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് നോൺ മൊഡ്യൂൾസ് ബാക്കി ഫോൾഡേഴ്സ് ഒന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ട ഫോൾഡേഴ്സ് SRC ഫോൾഡറും അതേപോലെ പബ്ലിക് ഫോൾഡറും ആണ്. അപ്പം നമ്മളെ പബ്ലിക് ഫോൾഡറിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു HTML പേജ് ഉണ്ട്, index.html പേജ് ഉണ്ട്. അതേപോലെ ഒരു ലോഗോ അടങ്ങുന്ന 2 ഇമേജസ് ഉണ്ട്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് നമുക്ക് ഈ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമേജ് ഇവിടെ ഉണ്ട്. ദെൻ അതേപോലെ കുറച്ച് ഇമേജസും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ പബ്ലിക് ഫോൾഡറിലുണ്ട്. ഓക്കെ, ഒരു index.html ഫയലും ഉണ്ട്.
അതായത് നമ്മളുടെ ഒരു HTML ഫയൽ, നമ്മളുടെ ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫയലാണ് index.html. ഓക്കെ, ഈ പബ്ലിക് ഫോൾഡർ അവിടെ നിൽക്കട്ടെ. ഇത് നമുക്ക് സോഴ്സ് ഫോൾഡറിലോട്ട് വരാം. ഈ സോഴ്സ് ഫോൾഡറിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ, സോഴ്സ് ഫോൾഡറിലാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ കോഡ് ഉള്ളത്. സോഴ്സ് ഫോൾഡറിലായിരിക്കും. ഓക്കെ, നമ്മളുടെ പ്രോഗ്രാമിന് എന്തൊക്കെ കോഡിങ് വരുന്നുണ്ടോ അതെല്ലാം അടങ്ങുന്നത് നമ്മളുടെ SRC ഫോൾഡറിനകത്തായിരിക്കും. ഓക്കെ, സോ SRC ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ കുറേ അധികം ഫയൽസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ ഇത്രയും എടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത കുറച്ച് ഫയൽസ് കിടപ്പുണ്ട്, നമ്മളുടെ ആപ്ലിക്കേഷനിൽ ആവശ്യമില്ലാത്ത ഫയൽസ്. സോ അതെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയണം. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫയലും കാര്യങ്ങളുമാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമുക്ക് അതൊന്നും ആവശ്യമില്ല. സോ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഏതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് വെച്ചാൽ, നമ്മളിവിടെ എന്താണ്, നമുക്ക് ഈ app.text.js വേണ്ട. സോ അതൊന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മളുടെ index.css അത് വേണ്ട, ഡിലീറ്റ് ചെയ്യാം. ദെൻ index.js വേണം, app.js വേണം, app.css വേണം. ബാക്കിയൊന്നും നമുക്ക് വേണ്ട. ബാക്കിയെല്ലാം നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമ്മളുടെ ഫോൾഡറിൽ ഇനി ഏതൊക്കെ ഫയൽസ് ആണുള്ളത്? app.css ഉണ്ട്, app.js ഉണ്ട്, index.js ഉണ്ട്. സോ app.js വന്നാൽ ഇത് കാണാൻ പറ്റും. ഞാൻ കണ്ട ഈ ഒരു തൽക്കാലം ഈ ഒരു വിൻഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ഓക്കെ, ഇതിപ്പം ഇറർ കാണിക്കുന്നത്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇറർ കാണിച്ച് നമ്മളിപ്പം കുറെ ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്തു. അതിനെയാണ് ഇറർ കാണിച്ചത്. അതിന് ഡിലീറ്റ് ചെയ്ത ഫയൽസിനെയൊക്കെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യമില്ലാത്ത ഫയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഇറർ കാണിക്കും. ഓക്കെ, സോ ഇതൊക്കെ അങ്ങ് നമുക്ക് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സംഭവം ഇവിടെ ഡിസ്പ്ലേ ആയതെന്ന് അറിയണമല്ലോ. അതും നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എഡിറ്റ് SRC or app.js and save to reload. നിങ്ങൾ SRC ഫോൾഡറിൽ app.js വന്നിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് റീലോഡ് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചേഞ്ച് ആവുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ എഡിറ്റ് SRC app.js and save to reload. ഇത് എവിടെ നിന്നാണ് വന്നത് നോക്കിയേ, നമ്മുടെ സോഴ്സ് ഫോൾഡറിൽ app.js എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, എഡിറ്റ് SRC app.js and save to reload എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു ഇമേജ് വന്നത് എങ്ങനെയാണ്, നമ്മളുടെ ഇമേജ് ടാഗ് യൂസ് ചെയ്ത് ആ ഒരു ഇമേജിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ കുറച്ച് കാര്യങ്ങളും ഒരു ലിങ്കും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലേൺ റിയാക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ പഠിച്ചിരുന്നു, നമ്മൾ റിയാക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് JSX ആണ്, HTML അല്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ HTML പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളതാണ് JSX എന്ന് പറയുന്നത്. JSX എന്താണ്? ജാവാസ്ക്രിപ്റ്റ് XML എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, സാധാരണഗതിയിൽ HTML നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, നമ്മൾ ക്ലാസ് നെയിം എന്നൊക്കെയാണ് കിടക്കുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഏകദേശം ഡിഫറൻസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഡിഫറൻസ് ആണ്. ഇത് നമുക്ക് പോകെ പോകെ ക്ലാസ്സിൽ JSX-ഉം HTML-ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകും. ഓൾമോസ്റ്റ് എല്ലാ ടാഗുകളും സെയിം തന്നെയാണ്. div ടാഗ്, ഹെഡർ ടാഗ്, ഇമേജ് ടാഗ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇനി നമ്മളുടെ ഇവിടെ നമുക്ക് ഒരു ടൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. റിയാക്ട് ആപ്പ് എന്നാണ് ഈ ഒരു ടൈറ്റിലിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ടൈറ്റിൽ ഒക്കെ വന്നത് ഏത് പേജിൽ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു എക്സ്പ്ലോററിലാണ് നമ്മളുടെ ഫയൽസും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത്. ആൻഡ് ഇപ്പൊ നോക്കിയാൽ നമ്മൾ പബ്ലിക് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ index.html എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു index.html പേജിൽ നിന്നാണ് നമ്മളുടെ ഈ ഒരു വെബ് പേജിൽ കാണുന്നതെല്ലാം ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ പബ്ലിക് ഫോൾഡറിൽ index.html പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു പേജിന്റെ ഹെഡ് സെക്ഷൻ അണ്ടറിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ എന്ന് പറയുന്നത് റിയാക്ട് ആപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ടൈറ്റിൽ റിയാക്ട് ആപ്പ് എന്ന് കിട്ടിയത്. സോ നമുക്ക് ഈ ഒരു ആപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂ ടൈറ്റിൽ കൊടുക്കുവാണ്. ഓക്കെ, സോ സേവ് ചെയ്തു. സേവ് ചെയ്ത് നമ്മളുടെ ക്രോമിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സംഭവങ്ങളൊക്കെ പോയി. അത് ഞാൻ നമ്മുടെ സേവ് ചെയ്തത് കൊണ്ടാണ്. നമ്മൾ നേരത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഉള്ള ഫയൽ പോയത്. അത് കാര്യമാക്കണ്ട. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ടൈറ്റിൽ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, മൈ ആപ്ലിക്കേഷൻ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഇതിനകത്ത്
നമ്മളുടെ ഈ ഒരു കമന്റ് ഒക്കെ ഒന്ന്, ഞാൻ കമന്റ് ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് തോന്നിക്കുന്നത്. കമന്റ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ കമന്റ് ഒക്കെ റിമൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ HTML പേജ് ആൻഡ് ഒരു ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്, മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ടാഗിനകത്ത് നമുക്ക് ഒരു ഡിവ് കാണാൻ പറ്റും. ഒരു ഡിവ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു ഡിവിന്റെ ID എന്ന് പറയുന്നത് റൂട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ആദ്യമൊക്കെ കുറച്ച് പുക പോലായിരിക്കും, കാര്യമാക്കണ്ട, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. സോ ഇവിടെ ബോഡി ടാഗിനകത്ത് ഒരു ഡിവ് ടാഗ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാണാം. ആ ഡിവ് ടാഗിന്റെ ID എന്ന് പറയുന്നത് റൂട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, നോക്കിയാൽ റൂട്ടാണ്. സോ ഈ ഒരു റൂട്ട് ID എവിടുന്നാ വരുന്നത് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ നമുക്ക് സോഴ്സിനകത്ത് നമ്മളുടെ കോഡിംഗ് എല്ലാം വരുന്നത് ഏതാണ്, സോഴ്സ് ഫോൾഡറിലാണ്. പബ്ലിക് ഫോൾഡറിൽ നമ്മുടെ index.html ഫയലും വരും. പിന്നെ നമ്മളുടെ കോഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പബ്ലിക് ഫോൾഡറിലായിരിക്കും. ഓക്കെ, സോഴ്സ് ഫോൾഡറിൽ ബാക്കി കോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നു. സോ app.jsൽ നമ്മൾ ആ കോഡ് നമ്മൾ കണ്ടു. നമ്മൾ അവിടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത കോഡ് വന്നത് ഈ app.jsൽ നിന്നാണ്. എങ്കിൽ നമ്മൾ പിന്നെ വേറൊരു ഫോൾഡറും ഉണ്ടായിരുന്നു, index.js. സോ അതെന്താന്ന് നോക്കാം, index.js. സോ index.htmലും index.jsഉം തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് നമുക്ക് നോക്കാം. സോ index.js ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുവാണ്. ഈ കമന്റ് ഒന്ന് റിമൂവ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റ് റൂട്ട് ഈസ് ഈക്വൽ ടു റിയാക്ട് ഡോം ഡോട്ട് ക്രിയേറ്റ് റൂട്ട് ദെൻ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്നൊക്കെ പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സോ ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നേരെ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കണ്ടിട്ട് വരാം കേട്ടോ. ആ ഒരു ഡോക്യുമെന്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിയാക്റ്റിൽ ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു JSXനകത്ത് ജാവാസ്ക്രിപ്റ്റും HTMLഉം കൂടെ ഒരുമിച്ചുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്യും. ഓക്കെ, ദെൻ റിയാക്ട് ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇപ്പൊ index.jsൽ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റ് റൂട്ട് ഈസ് ഈക്വൽ ടു റിയാക്ട് ഡൗൺ ഡോട്ട് ക്രിയേറ്റ് റൂട്ട്. ഇതൊരു ഫംഗ്ഷൻ ആണ്. നമ്മുടെ റൂട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫംഗ്ഷൻ ആണെന്ന് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് ഗെറ്റ് എലമെന്റ് ബൈ ID മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾക്ക് കുറെ എലമെന്റ്സ് ഉണ്ട്, HTML അല്ല JSX എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിന് ID, അതിനകത്ത് ആട്രിബ്യൂട്ട് ID ഉണ്ട്. ആ ID ആട്രിബ്യൂട്ട് ഉള്ള എലമെന്റിന് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ID, റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ID ഉള്ള എലമെന്റിന് നമ്മൾ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ index.html നമുക്ക് ഒരു റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ID ഉള്ള ഡിവ് ഉണ്ട്, കണ്ടോ. ഈ ഒരു ഡിവിനെയാണ് നമ്മൾ നമ്മുടെ index.jsൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ID ഉള്ള ഇതിനെ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ ആ ഒരു IDനെ റെൻഡർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെൻഡർ ചെയ്യാന്ന് വെച്ചാൽ റൺ ചെയ്യാന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഈ ഒരു റൂട്ട് വിളിച്ചു. ഈ റൂട്ടിനകത്ത് എന്താണ് ഇരിക്കുന്നത്, ഏത് ID ആണ് ഇരിക്കുന്നത്, നമ്മുടെ index.html ഈ ഒരു ഡിവ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഡിവ് എലമെന്റ് ആണ് ഇരിക്കുന്നത്. സോ നമ്മുടെ index.jsൽ വന്നു കഴിഞ്ഞാൽ ആ റൂട്ട് ഡോട്ട് റെൻഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. റെൻഡർ മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്ത് ഈ റിയാക്ട് സ്ട്രിക്റ്റ് മോഡൊക്കെ ഇവിടെ കിടക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല, കാര്യമൊക്കെ അതൊക്കെ അവിടെ കിടന്നോട്ടെ. അതിനകത്ത് നമ്മൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണന്റിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. സോ നല്ല ഡൗട്ട് ആണ്, ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ്ടേ ഇത് കമ്പോണന്റ് എന്താണെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് വരുന്ന വഴിക്ക് പഠിക്കാം, അതൊന്നും കാര്യമാക്കണ്ട. ഇവിടെ ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. കോൺസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. ഇതൊക്കെ അവിടെ ഉള്ളതാണ്, എന്തിനാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ദെൻ റിയാക്ട് ഡോം ഡോട്ട് ക്രിയേറ്റ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡിനകത്ത് നമ്മളൊരു എലമെന്റിനെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതാണ്, റൂട്ട് എന്ന് പറഞ്ഞിട്ട് ID ഉള്ള ഒരു എലമെന്റിനെയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ആ റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ID ഉള്ള എലമെന്റ് ഇതിനകത്ത് ഇരിക്കുന്നത് നമ്മുടെ index.html പേജിൽ ആ ഒരു ഡിവിനകത്താണ് ഇരിക്കുന്നത്. സോ ഈ ഒരു ഡിവിനെയാണ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ദെൻ ആ ഒരു ഡിവിനെ റെൻഡർ ചെയ്യാനാണ് പറയുന്നത്. റെൻഡറിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. സോ നമ്മുടെ റിയാക്റ്റില് കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിയൂസബിൾ കമ്പോണന്റ്സിനൊക്കെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു ഇൻട്രൊഡക്ഷനിൽ അല്ലേ. അപ്പം ഈ റിയാക്റ്റിൽ എല്ലാം വരുന്നത് ഒരു കമ്പോണന്റ് ബേസിസിലാണ്. ഓരോ കമ്പോണന്റ് വെച്ചിട്ടാണ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പോണന്റ് ആണ് ഈ ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ആപ്പ് കമ്പോണന്റ് എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ app.js എടുത്തു കഴിഞ്ഞാൽ
ഇത് കാണാൻ പറ്റും. നമ്മളിവിടെ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതേ സിന്റാക്സ് ആണ്. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ കൊടുത്തേക്കാണ് ഫംഗ്ഷൻ ആപ്പ്. ഫംഗ്ഷൻ നെയിം എന്താണ്? ആപ്പ്. സോ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കമ്പോണന്റ് ആണ്. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത കമ്പോണന്റ് നെയിം എന്താണ്? ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റ് ആണ്. ആൻഡ് ആ ഒരു കമ്പോണന്റിന്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? ആ കമ്പോണന്റിന്റെ അകത്താണ് നമ്മളിപ്പോൾ നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ കണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പ് ഡോട്ട് ജെഎസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പോണന്റ് ഏതാണ്? ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റ് ആണ്. സോ ആ ആപ്പ് കമ്പോണന്റിന് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് ജെഎസിൽ നമ്മൾ ഈ ഒരു കമ്പോണന്റിനെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സോ കമ്പോണന്റിന് എങ്ങനെയാണ് കൊടുക്കുന്നത്? അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഒരു കമ്പോണന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കമ്പോണന്റിനെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, എങ്ങനെ കൊടുക്കാം, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ഇത് ഞാൻ ജസ്റ്റ് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നതെന്ന് മാത്രം പറയുവാണ്. അപ്പൊ ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കണ്ട, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എല്ലാം കൂടെ നോക്കി കുഴഞ്ഞു പോകും. സോ ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ആപ്പ് ഡോട്ട് ജെഎസ് ഫയൽ ഉണ്ട്, അതിനകത്താണ് നമ്മളെ കോഡുകൾ വരുന്നത്. സോ ആ കോഡെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് ഒരു കമ്പോണന്റിനെയാണ്, ഫംഗ്ഷനെ അല്ല. ആ കമ്പോണന്റിനെ നമ്മൾ ഇൻഡെക്സ് ഡോട്ട് ജെഎസിനകത്ത് ഇവിടെ പറഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ആപ്പ് കമ്പോണന്റിന് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് ജെഎസിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനെയാണ് റെൻഡർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഈ റിയാക്ട് ഡോം ഡോട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് HTML ഉള്ള ഈ ഒരു ഡിവിന്റെ അകത്തോട്ട്, അപ്പൊ ഇത്രയും കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഈ ഒരു ഡിവ്, ഐഡിയ ഉള്ള ഡിവ് റൂട്ട് എന്ന് പറഞ്ഞത്, ഇപ്പൊ നമുക്ക് താണ്ടേ ഈ റൂട്ട് മാറ്റി വേറൊരു ഐഡി നെയിം ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താണ് ഈ ഒരു ഐഡി നെയിം മാറ്റി കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ് ചെയ്തത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആപ്പിൽ നമ്മളുടെ റിക്വയർമെന്റ്സ് ആപ്ലിക്കേഷന് വേണ്ടുന്നുള്ള കോഡ് നമ്മൾ ആപ്പ് ഡോട്ട് ജെഎസിൽ എഴുതി. അതിനുശേഷം നമ്മൾ ഇൻഡെക്സ് ഡോട്ട് ജെഎസിൽ വന്ന് നമ്മൾ ആപ്പിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ്. അതാണ്ട് കണ്ടോ, ഇമ്പോർട്ട് ആപ്പ് ഫ്രം ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആപ്പിനെ ഇമ്പോർട്ട് ചെയ്തു. സോ ഇതൊക്കെ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇത് അവിടെ പോയി ഡിസ്പ്ലേ ആയത്. ഓക്കെ, ഇത് ഡിസ്പ്ലേ ആകും. നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് അവിടെ നമ്മളുടെ സ്ക്രീനിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയത്. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു ഡിവിനകത്തോട്ട് വരും. ഓട്ടോമാറ്റിക് ആയിട്ട് ഡിവിനകത്തോട്ട് വന്നിട്ട് ഈ ഒരു ഡിവ് ആണ് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡിവ് ആണ് അവിടെ ഡിസ്പ്ലേ ആകുന്നത്. സോ ഈ ഡിവിനകത്തോട്ട് നമ്മൾ ഇതാണ്ടേ റൂട്ട് ഡോട്ട് റെൻഡർ പറഞ്ഞിരിക്കുകയാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഐഡിയുടെ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഐഡിനകത്തോട്ട് റെൻഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ കമ്പോണന്റിന്. അങ്ങനെ റെൻഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു ഡിവിന്റെ അകത്തെ കണ്ടന്റ് ആയിട്ടായിരിക്കും അതെല്ലാം വരുന്നത്. അങ്ങനെയാണ് അത് ഡിസ്പ്ലേ ആകുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. നമ്മളുടെ ആപ്പ് ഡോട്ട് ജെഎസിൽ വന്നതിന് ശേഷം ഞാൻ തന്നെ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തു. ഓക്കെ, ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതിന് നമ്മൾ കുറെ എക്സ്റ്റൻഷൻസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യും. അത് എക്സ്റ്റൻഷൻസിനെ ഒക്കെ പറ്റിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഫസ്റ്റ് നമുക്ക് ഒരു ഇമ്പോർട്ട് ഉണ്ട്. ഇമ്പോർട്ട് റിയാക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ റിയാക്റ്റിനെ ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട്. അപ്പൊ നിങ്ങൾ ഏതാണ്ട് ഇത്രയും തന്നെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി സജഷൻസ് വരും. അത് നമ്മളിങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ദെൻ നമ്മൾ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യണം. കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. സോ ഫംഗ്ഷൻ, ദെൻ ആപ്പ് തന്നെ കമ്പോണന്റ് നെയിം കൊടുക്കാം. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ ഒരു ഡിവ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ള കാര്യങ്ങളാട്ടോ. ഇത് ഞാൻ കുറച്ചും കൂടെ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഡിവ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്, ഇതിന് പിന്നിൽ കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ തൽക്കാലം ഇതൊന്നും നിങ്ങൾ അറിയണ്ട, ഞാൻ റിസൾട്ട് വരുന്നത് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ദെൻ ഒരു H1 ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇതിപ്പോ ഒരു കമ്പോണന്റ് ആണ്. സോ നമ്മൾ എവിടെയാണോ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ കമ്പോണന്റിനെ മറ്റൊരു പേജിൽ യൂസ് ചെയ്യണമെങ്കിൽ ആ കമ്പോണന്റിനെ എക്സ്പോർട്ട് ചെയ്യണം. സോ എക്സ്പോർട്ട് ഡിഫോൾട്ട്, ദെൻ നമ്മളുടെ കമ്പോണന്റ് നെയിം. ഇതൊക്കെ നമുക്ക് നാളെ പറയാം കേട്ടോ, നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നൊക്കെ. സോ ഇത്രയാണ് നമ്മൾ ആപ്പ് ഡോട്ട് ജെഎസിലുള്ളത്. ദെൻ ഇൻഡെക്സ് ഡോട്ട് ജെഎസിൽ ഇപ്പൊ എങ്ങനെയാണ് കിടക്കുന്നത് അതേപോലെ തന്നെ കിടന്നാൽ മതി. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റിന് തന്നെയാണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇൻഡെക്സ് ഡോട്ട് ജെഎസ് ഒന്ന് സേവ് ചെയ്യുന്നു. ദെൻ ഈ റിപ്പോർട്ട് വെബ് വൈറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്നും വേണ്ട. ദെൻ ഇൻഡെക്സ് ഡോട്ട് CSS ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ്. സോ ഇതൊന്നും വേണ്ട. ഇൻഡെക്സ് ഡോട്ട് CSS അതും വേണ്ട. ദെൻ നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. നമ്മളുടെ ഇൻഡെക്സ് ഡോട്ട് HTML പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താനില്ല. ദെൻ സേവ് ചെയ്തു.
സേവ് ചെയ്ത് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്താൽ ഇപ്പം വെബ്പാക്ക് കമ്പൈൽഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളുടെ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മളുടെ app.js നമ്മളുടെ ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. ഓക്കെ ആൻഡ് നമുക്ക് ഈ ഒരു സംഭവം നമ്മൾ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ആ ഒരു ജാവാസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് കിട്ടണമെങ്കിൽ ഇത്രയും സംഭവം നമ്മളുടെ ഈ ഒരു റിസൾട്ടിൽ ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ നമുക്ക് അതിനെ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യാം, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിന്റെ അകത്താണ് ബാക്കി കോഡ് ബിലോങ് ചെയ്യുന്നത്. ഓക്കെ ഒന്ന് സേവ് ചെയ്യാം. ഇപ്പം ഓക്കെ റിട്ടേൺ ചെയ്യുക. ഒരു കമ്പോണന്റിന് അകത്ത് റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിലാണ് നമ്മളെ ഈ ഒരു ഒരു ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ ഇപ്പൊ നമുക്ക് ഹലോ വേൾഡ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ അപ്പം ഹലോ വേൾഡ് വന്നു. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഹലോ വേൾഡ് എങ്ങനെയാണ് വന്നത്? നമ്മളുടെ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണന്റ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ കമ്പോണന്റിന് ഇവിടെ index.js വന്ന് എക്സ്പോർട്ട് ചെയ്തു. എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേരിയബിളില് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡി ഉള്ള എലമെന്റിനെ എടുത്തു വെച്ചിരിക്കുന്നു. ദെൻ ആ റൂട്ടിനകത്തോട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞ കമ്പോണന്റിനെ റെൻഡർ ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടോട്ട് റെൻഡർ ആവുന്നു. കാര്യം ഇവിടെ നമ്മൾ ഐഡി എന്ന് പറയുന്നത് റൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് റെൻഡർ ആവുന്നു. അങ്ങനെ റെൻഡർ ആവുന്ന വഴിയാണ് നമ്മളുടെ ഈ ഒരു റിസൾട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ടെർമിനലിൽ എന്തെങ്കിലും ഇറവ് കാണിച്ചാൽ നമുക്കത് വരത്തില്ല. പിന്നെ വെബ്പാക്ക് കമ്പയർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ സോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഒരു ഡിവിന്റെ ഐഡി ഒന്ന് മാറ്റി കൊടുക്കാന്ന് വിചാരിക്കുക. ദെൻ ജസ്റ്റ് div 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡി കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒന്നും വരത്തില്ല. നമ്മൾ Ctrl+J അടിച്ചു കഴിഞ്ഞാൽ ഇറവൊന്നും കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ index.js വന്നിട്ട് നമ്മൾ ഇവിടെ ഐഡി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇവിടെ എടുത്തു കൊടുക്കുന്നുള്ളത് div 1 എന്ന് പറഞ്ഞിട്ടുള്ള ഐഡി. നമ്മൾ ഇവിടുത്തെ HTML ഡിവിന്റെ ഐഡി വേണം ഇവിടെ index.js കൊടുക്കാം. സോ ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹലോ വേൾഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഒരു കാര്യം കൂടി, നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവണമെങ്കിൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിനു ശേഷം ഇപ്പൊ നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷന്റെ അകത്ത് നിൽക്കുകയാണ്. സോ നമ്മൾ എപ്പോഴാണോ ലീവ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ Ctrl+C കൊടുത്ത് അതൊന്ന് എക്സിറ്റ് ആവുക. ടെർമിനേറ്റ് ബാച്ച് ജോബ് Ctrl+C എന്ന് കൊടുത്താൽ മതി ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട്. ദെൻ നമുക്ക് yes or no ഉണ്ട്. അപ്പൊ അതിൽ y കൊടുക്കുക. ദെൻ എന്റർ അടിക്കുക. അപ്പൊ നമ്മൾ അതിന് പുറത്ത് നമ്മളുടെ ഈ ഒരു നമ്മൾ ടെർമിനേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഇതിന് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ